Hi friends, Assalamu alaikum. Bismi kitchenlotte എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 250 ml ന്റെ കപ്പിൽ 1 കപ്പ് റവ കൊണ്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാം. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കാം. മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വലിയ ഏലക്കയാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ്. ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാര വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്ത തേങ്ങയോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത ഈ കൂട്ടിനെ നമുക്ക് ഈ റവയിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തേങ്ങ കുറച്ച് കടിക്കുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം തേങ്ങ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതോ അല്ലെങ്കിൽ കുറച്ച് ചിരകിയ തേങ്ങയോ ചേർത്ത് കൊടുക്കാം. പിന്നെ നട്ട്സൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ വെറൈറ്റിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങനെയൊക്കെ ചേർത്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇടയിലൊക്കെ കടിക്കാൻ കിട്ടുമ്പോഴും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിവിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ അരച്ചെടുത്തിട്ടുള്ള ആ മിക്സഡ് ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒരുപാട് ലൂസായിട്ടല്ല, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ റവ നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ആ സമയത്ത് റവ ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നമ്മുടെ ഈ ഒരു മാവ് ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിലൊരല്പം ഓയിലൊന്ന് എടുത്തതിന് ശേഷം അത്യാവശ്യം ഇതൊന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഒരല്പം ഓയിൽ കയ്യിലെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. കയ്യിലൊന്ന് വെച്ച് ഉരുട്ടിയതിന് ശേഷം വിരലുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരന്ന രീതിയിൽ നമുക്ക് കിട്ടും. ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചുകൊണ്ടു, മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം താത്തി വെക്കൊണ്ടു. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് മുരിഞ്ഞു വരും, പക്ഷെ ഉള്ളു വേകുമില്ല. അതുകൊണ്ടാണ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ 1 കപ്പ് റവ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഒരുപാട് പണിയൊന്നുമില്ല, ഒരുപാട് സമയവും മെനക്കിടുന്നില്ല, ഒരുപാട് സാധനങ്ങളും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം മതി, പെട്ടെന്ന് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചൂട് ചായക്കൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്. നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തും കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ 2 ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു 4 മണി പലഹാരം, റവ കൊണ്ടുള്ള പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.